Hi friends, welcome to our channel UK Reels with Annakutti. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. Here we go with the third day of AM Diaries by അന്നക്കുട്ടി. നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മോണ്ടിനീഗ്രോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് മോണ്ടിനീഗ്രോയിലേക്ക് പോകണം. സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലെ അട്രിയാൻറ്റിക് സീയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞ് ബാൽക്കൻ കൺട്രിയാണ് മോണ്ടിനീഗ്രോ. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൗണ്ടെയ്ൻസും മിഡീവൽ വില്ലേജസും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റ് ലൈനും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കൺട്രിയാണ് മോണ്ടിനീഗ്രോ. റോമൻസ്, ബൈസാൻറ്റിയൻസ്, വെനീറ്റിയൻസ്, ഓട്ടോമൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് മോണ്ടിനീഗ്രോയിൽ ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ പോലെ നമ്മുടെ മൂന്നാറിനെ എടുത്തൊരു കടൽ തീരത്ത് വെച്ച് എങ്ങനെ ഇരിക്കും, അതാണ് കേട്ടോ ഈ സ്ഥലം. അടിപൊളിയാണ്. നമുക്ക് കടലും എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഹൈക്കിങ് ചെയ്യുന്നവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സംഭവം. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കടലായിരുന്നു കേട്ടോ. എല്ലാ കടലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, എന്നാൽ പോലും ഇതെന്തോ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, എന്നാൽ ഭയങ്കര നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ അത്യാവശ്യം അൽബേനിയയിൽ നിന്ന് മോണ്ടിനീഗ്രോയിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിലാണ് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ടും കവർ ചെയ്യുന്നത് അവിടുത്തെ ഒരു ചേർച്ച് ഉണ്ട്, അതുപോലെ തന്നെ കൊട്ടൂർ എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിക് ഒരു സ്ഥലമുണ്ട്. ആ രണ്ട് പ്ലേസ് ആയിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും അടിപൊളിയാട്ടോ. ഇവിടുന്ന് നമുക്ക് ഒരുപാട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുമെങ്കിലും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ രണ്ട് സ്ഥലങ്ങളാണ്. ഈ രണ്ട് സ്ഥലങ്ങളും നല്ല രസമാണ്. നമ്മൾ കുറച്ചൊക്കെ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്ത സ്ഥലങ്ങൾ തന്നെയാണ്. ഒരുപാട് രസമുള്ള കുറച്ച് ഹിസ്റ്ററീസ് ഈ സ്ഥലങ്ങൾക്ക് നമ്മളോട് പറയാനുണ്ട്. ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷം വളരെ റാപ്പിഡായിട്ട് ഡെവലപ്പായ ഒരു കൺട്രിയാണ് കേട്ടോ ഇത് ഒരുപാട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. നാറ്റോ പോലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് മോണ്ടിനീഗ്രോ വരുന്നത്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മെമ്പർഷിപ്പ് ഇവർക്കുണ്ട്. പിന്നെ ഈ ഒരു കൺട്രി എന്ന് പറയുന്നത് ടൂറിസത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനും അതുപോലെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, അതിൻ്റെ സാധ്യത ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊരു സ്പോട്ടിൽ പോയാലും ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഓരോ രീതികളും ഉള്ളത്. ആ ടൂറിസം എത്ര നന്നായിട്ട് ആ കൺട്രിക്ക് എന്തോരം ഇൻകം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് ഭയങ്കര നല്ല രീതിയിലാണ് അവർ കാണിച്ചേക്കുന്നത്. ഒരുപാട് മോഡേണൈസ്ഡ് ബിൽഡിങ്ങിന് വരാം, അവരുടെ ട്രഡീഷണൽ അതേപോലെ നിലനിർത്തി എത്ര നല്ല രീതിയിൽ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാമെന്നുള്ളൊരു നല്ലൊരു ടാറ്റിക്സിൽ കൂടിയാണ് ഈ ഒരു കൺട്രി വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഓരോ ഡെവലപ്മെൻറ്റ്സും ഓരോരോ ബിൽഡിങ്ങുകൾ പോലും ഈ ഒരു ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ. ഇവരുടെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻസും അതുപോലെ ഇവരുടെ ആ ഒരു വാം ഹോസ്പിറ്റാലിറ്റി എല്ലാം ടൂറിസ്റ്റിനെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒഫീഷ്യൽ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ്. ഈ ഒരു കൺട്രി എനിക്ക് അത്ര എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ആ ഒരു ടൗണിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു കൺട്രി, ഈ ഒരു പ്ലേസ്. നമ്മൾ ഫുഡാണെങ്കിലും നമുക്ക് ഓക്കെ ആയിട്ടുള്ള കുറച്ച് ഫുഡ് അവൈലബിൾ ആണ് അവിടെ. അതുപോലെ അത് അത്ര പ്രൈസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇവിടെ UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചീപ്പായിട്ട് നമുക്ക് ഫുഡ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു കൺട്രിയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ ഒരു കൾച്ചറും ഹെറിറ്റേജും ഒക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു മനസ്സിലാക്കാൻ പറ്റും. അത്രയും നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് അവർ ലേഡി ഓഫ് റോക്സ് ആണ്. അതായത് നമ്മുടെ ബേ ഓഫ് കോട്ടൂരിൽ പരാസ് ടൗണിൻ്റെ അടുത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഐലൻഡിലുള്ള ഒരു ചേർച്ചാണ്, ഒരു റോമൻ കാത്തലിക് ചേർച്ചാണ് അവർ ലേഡി ഓഫ് റോക്സ്. മത്സ്യത്തൊഴിലാളികൾ പണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഐക്കൺ അവിടുത്തെ പാറയിൽ കണ്ടു എന്നുള്ളൊരു ഹിസ്റ്ററി വെച്ചിട്ടാണ് അവിടെ അങ്ങനെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു പള്ളി അവർ ആർട്ടിഫിഷ്യൽ ഐലൻഡിൽ പണിതിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചേർച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സൈറ്റും അതുപോലെ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻസുമാണ്. ഇതിനകത്ത് ഒരുപാട് ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സും ഇൻട്രിക്കേറ്റ് ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോൺസ് എല്ലാം കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഐലൻഡാണ്. അപ്പോൾ ഈ ഐലൻഡിലേക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ ഈ ഒരു ഐലൻഡിലേക്കുള്ള ബോട്ടിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് പേ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല.
അപ്പം ഇവിടെ കൂടെ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റിനെ കാണാം. എനിക്ക് തോന്നുന്നു ലോക്കൽസിനേക്കാളും ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് ആട്ടോ. കാരണം എല്ലായിടത്തും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചിൽ നമ്മൾ ചെന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽ കറൻസി ആയിട്ടുള്ള നമ്മൾ യൂറോ കൊടുത്താലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കടലിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മളൊരു ബസ് നമ്മളൊരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടാവുക. ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ്, അതായത് ഒരുപാട് സീനറീസ് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കുറേയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാം ഒന്നും വീഡിയോ എടുക്കാഞ്ഞത്. പക്ഷേ ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐലൻഡൊക്കെ ഭയങ്കര രസമായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഭയങ്കര രസമായിട്ട് നമ്മളിതിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പോട്ടിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നടന്ന് നമ്മുടെ ബോട്ടിലേക്ക് കയറും. ബോട്ടിലേക്ക് കുറച്ചേ ഉള്ളൂ, നമുക്കത് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നമ്മൾ യു കെയിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 2 കൺട്രീസും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് അത്ര വേർത്താണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 2 കൺട്രീസാണ്. നമുക്ക് അത്രയും വേർത്താണ്. പിന്നെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യില്ല. ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷമായെങ്കിലും ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓക്കെ നമുക്ക് ലൈക്ക് ജോലി കിട്ടി നമ്മൾ സെറ്റിലായിട്ട് പോകാമെന്നൊക്കെ ആയിരുന്നു നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ 2 വർഷം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് നമുക്ക് പോയി കിട്ടി. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇനി 1 വർഷം കൂടെ ഉണ്ട്. ആ 1 വർഷം നമുക്ക് ലുക്ക് ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഫസ്റ്റ് ട്രാവൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രാവൽ നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ബോട്ട് ജേർണിയിൽ നമുക്ക് നല്ല നല്ല വ്യൂസ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഭയങ്കര നല്ല സീനറീസൊക്കെ ആയിരുന്നു കേട്ടോ ഈ ബോട്ടിലൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് നമുക്ക് ബോട്ടിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. പിന്നെ ഐലൻഡിനകത്ത് നമുക്ക് ആ ചേർച്ച് കാണാൻ പറ്റും. ആ ആർട്ടിഫിഷ്യൽ ഐലൻഡിലുള്ള ചേർച്ച് കാണാൻ പറ്റും. ചേർച്ചും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള കുറേ സ്പോട്ട്സ് ഉണ്ട്. നമ്മൾ ചേർച്ചിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ചേർച്ചിൻ്റെ അകത്ത് കയറണമെങ്കിൽ ചെറിയ എന്തോ 1 പൗണ്ടോ 2 പൗണ്ടോ പെർ ഹെഡ് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചേർച്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ മെറ്റാലിക് പ്ലേറ്റ്സിൽ ഓരോന്ന് ചെയ്തിട്ടുള്ളതും അതുപോലെ പണ്ടത്തെ കുറേ വർഷങ്ങളെടുത്ത് വരച്ച പെയിൻറ്റിങ്സ് ആട്ടോ. ഇതൊക്കെ ഭയങ്കര പഴയ പെയിൻറ്റിങ്സാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പെയിൻറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിലും പഴയ ചേർച്ചസിലും ടെമ്പിൾസിലൊക്കെ ഒരുപാട് പഴയ കുറേ സ്ക്രിപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് നമുക്ക് കുറേ പഴയ കാര്യങ്ങൾ, അതായത് ഫോട്ടോസും അല്ലെങ്കിൽ പെയിൻറ്റിങ്സൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ചേർച്ചിൻ്റെ ഉള്ളിൽ പോവുക. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഒന്നും ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കാണണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പള്ളിയുടെ ചുറ്റും നിറയെ പെയിൻറ്റിങ്സാണ്, റൂഫിലൊക്കെ നിറയെ പെയിൻറ്റിങ്സാണ്. അപ്പം ഈ ഒരു മാതാവിനെയും ഉണ്ണിയേശുവിനെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പഴയ ഒരു കല്ലുകൾ കൂട്ടി വെച്ച് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത പഴയ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. പഴയ നമ്മുടെ ടൂൾസ്, ഇവിടെ തോക്ക് ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. പഴയ മാതാവിൻ്റെ രൂപം, അതുപോലെ പഴയ വെപ്പൺസ്, പണ്ടത്തെ വെപ്പൺസ് എല്ലാം ഉണ്ട്. പിന്നെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫോട്ടോസും പെയിൻറ്റിങ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഒരു കോർണറിലേക്ക് പോകുമ്പം ഭയങ്കര അസാധ്യമായിട്ടൊരു വ്യൂ ഉണ്ട് കേട്ടോ. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഭയങ്കര നല്ല വ്യൂസാണ്. ഇത് പഴയ സ്റ്റോൺ ഏജിൻ്റെയൊക്കെ കുറേ അവശേഷിപ്പുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൈഫ് ടൈമിൽ ഇതൊക്കെ കണ്ടിരിക്കണം. നമ്മുടെ പഴയ ആൾക്കാർ വരച്ച പെയിൻറ്റിങ്സും പഴയ ചരിത്രവും ഒക്കെ ഇതിനകത്ത് കുറേ പെയിൻറ്റിങ്സൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഞാനൊരു മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഒരു മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മൗണ്ടെയ്ൻസൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ കടലൊക്കെ ഭയങ്കര അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര രസമാണ്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ശരിക്കും എന്താ പറയുക, അവരുടെ ടൗണിലേക്കാണ്. അവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ടൗണിലേക്കാട്ടോ നമ്മൾ പോകുന്നത്, കോട്ടൂർ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ സ്ഥലത്തേക്കാളും ഫേമസ് എന്താണെന്ന് പറയുക, ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് പൂച്ചകളെ കാണാൻ പറ്റും. ഭയങ്കര ഒരു പൂച്ചയുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഇത് കോട്ടൂരിൻ്റെ ഓൾഡ് ടൗൺ ആട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണിത്. ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റ്സും സ്ക്വയേഴ്സും
കുറേ ചേർച്ചസും പിന്നെ കുറേ ആൻഷ്യൻ ബിൽഡിങ്ങും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സ്പേസ് ആണിത്. ചുറ്റും മൗണ്ടൻസ് ആയതുകൊണ്ടും ബേ ഓഫ് കോട്ടൂറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരുപാട് പ്രാവശ്യം ഫ്ലഡ് വന്നിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ കോട്ടൂർ. ഈ പൂച്ചകളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? അവർ പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. നാച്ചുറലി അവർക്ക് പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് പുതിയ സിറ്റുവേഷൻസിലും അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോട്ടൂറിൽ ഉള്ളവർക്ക് ഫ്ലഡ് വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയത്ത് ഇവർ ഈ ഒരു ക്യാറ്റിൻ്റെ മാതൃകയാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരത് ഹോപ്പായിട്ട് വെച്ച് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നുണ്ട്. പണ്ട് അവിടെ ഫ്ലഡ് വരുന്ന സമയത്ത് ഈ പൂച്ചകളെല്ലാം കൂടെ ഈ ഹയർ ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു. ഈ ഒരു ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഒരു കാര്യം അവർ മോട്ടിവേറ്റ് ചെയ്ത് ഇത് ഇവരുടെ ഭാഗ്യമായിട്ടും അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടും കരുതി അവർ ഇതിനെ പൂച്ചകളെ അവരുടെ സ്ട്രെങ്ത് ആയിട്ടും അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു മാർഗ്ഗമായിട്ടും കണ്ട് കോട്ടൂർ കൾച്ചറിൽ പൂച്ചകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അവർക്ക് പൂച്ചകളോട് ഇത്രയും ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം പണ്ട് ഫ്ലഡ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ടൗണിൽ റാറ്റിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഫുഡ് സപ്ലൈക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ എലികൾ വന്ന് നശിപ്പിക്കുമായിരുന്നു. അപ്പം ഈ ഫ്ലഡ് കഴിയുമ്പം ഇവരുടെ ക്യാറ്റ്സ് പോയിട്ടുണ്ടായിരുന്ന ഹയർ റീജിയനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ക്യാറ്റ്സ് എല്ലാം തിരിച്ച് ടൗണിലേക്ക് തിരിച്ചു വന്ന് ഈ റാറ്റിൻ്റെ പോപ്പുലേഷൻ കുറച്ച് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ആവാതെ നോക്കുകയും അവരുടെ കൺട്രി വളരെ നീറ്റായിട്ട് വരാനായിട്ട് ഈ ക്യാറ്റ് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും ക്യാറ്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അത് ക്യാറ്റിനെ ഫീഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ സിമ്പലോ അല്ലെങ്കിൽ എക്സാക്ട്ലി ആ ടൗണിൽ കൂടെ ഒരുപാട് പൂച്ചകൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പൂച്ചകളും കോട്ടൂരുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും കണക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് പൂച്ചകൾ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ പൂച്ചകളില്ലാത്ത ആ ടൗൺ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ടൗണിൽ എവിടെ നോക്കിയാലും പൂച്ചകളായിരിക്കും. അവരുടെ സുവനീറിൽ പോലും നിറച്ച് പൂച്ചകളാണ്. ആക്ച്വലി അവിടെ നോക്കിയാൽ മിക്ക സുവനേഴ്സിലും പൂച്ചയുടെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പൂച്ചകളുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു ചെറിയ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കോട്ടൂറും. ഈ രണ്ട് സ്ഥലവും നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. കണ്ടോ, നമ്മൾ എവിടെ നോക്കിയാലും പൂച്ചകളാണ് ആക്ച്വലി. പിന്നെ ഞാൻ പൂച്ചേനെ എടുത്ത് കാണിച്ചു എന്നൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു നമ്മൾ മാഗ്നറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ എക്സ്പെൻസീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. 2 യൂറോയ്ക്കൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാഗ്നറ്റ്സ് കിട്ടുമായിരുന്നു. പിന്നെ ഡ്രസ്സസും കാര്യങ്ങളും ചപ്പൽസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അത്രയൊന്നും ഷോപ്പ് ചെയ്യാനുള്ളൊരു ആ ഒരു രീതിയിലല്ല നമ്മൾ പോയത്. നമ്മൾ ടൗണ് കാണാനും നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു പോയത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡേ 3 ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, നമ്മളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡേ 4 എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു.